ഇന്ന് ഏറെ വിവാദമായിരിക്കുന്നതും പലർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതുമായ ഒന്നാണ് സനാതനം. ഈ വിഷയത്തെക്കുറിച്ച് രാധാകൃഷ്ണൻ സാറ് പലവട്ടം മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ഉദയനിധി സ്റ്റാലിൻ്റെ, മുഖ്യമന്ത്രിയുടെ മകനായ ഉദയനിധി സ്റ്റാലിൻ്റെ ചില പരാമർശങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് മാധ്യമങ്ങളിൽ എന്താണ് സനാതനം, എന്താണ് ഹിന്ദുത്വം എന്നൊക്കെ വളരെ വൃത്തിയായി തന്നെ സാറ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇന്നും ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഷയം തന്നെയായി സനാതനം മാറിയിരിക്കുന്നു. ഭാരതത്തിൻ്റെ സനാതന മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ അതിഥിയായി എത്തിച്ചേർന്ന രാധാകൃഷ്ണൻ സാറിന് ഒരിക്കൽ കൂടി നമസ്കാരം. നമസ്കാരം സാർ, സനാതനത്തെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് താങ്കൾ ഒരു ചുരുങ്ങിയ രീതിയിലെങ്കിലും ഒരു ക്ലാസ് ഒന്ന് എടുക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു, താല്പര്യപ്പെടുന്നു. ഭാരതത്തിൻ്റെ ജീവിത വ്യവസ്ഥയെ മൊത്തം സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സനാതന ധർമ്മം എന്നുള്ളത്. ഈ ഹൈന്ദവ ധർമ്മം, ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പിൽക്കാലങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷയുടെ സ്വാധീനത്തിൻ്റെയും യൂറോസെൻട്രിക്കായിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് വന്ന ഒന്നാണ്. ശരിക്ക് അതൊന്നുമല്ല. നമ്മൾ ഉപയോഗിച്ചിരുന്നൊരു വാക്ക് സനാതന ധർമ്മം എന്നാണ്. രണ്ട് സംജ്ഞകളാണുള്ളത്. ഒന്ന് സനാതനം, വേറൊന്ന് ധർമ്മം. സനാതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റമില്ലാത്തത് എന്നാണ് അർത്ഥം. നിത്യം, മാറ്റമില്ലാത്തത്, എപ്പോഴും എല്ലാത്തിനും അതീതമായും ആധാരമായും നിൽക്കുന്നത്, രണ്ടുമാണ്. ഇതൊരേ സമയം ഇതിന് ആധാരവുമാണ്, അതേ സമയം തന്നെ അതീതവുമാണ്. അതുകൊണ്ടാണ് ഇത് മാറ്റമില്ലാതെ നിൽക്കുന്നതായി സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത്. അതെന്താണ് എന്ന് ചോദിച്ചാൽ അത് ധർമ്മമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, ധർമ്മം എന്നുള്ളത് വളരെ വിപുലമായ അർത്ഥമുള്ള ഒരു വാക്കാണ് ധർമ്മം എന്നുള്ളത്. അത് എവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മളിതിനെ വലിയ ഒരു വാക്കായിട്ട് പ്രമാണിമാരും ഒക്കെ പറയും. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു ക്രമം ഉണ്ടാകുന്നതാണ് ധർമ്മം. ധർമ്മത്തിൽ എപ്പോഴും ഒരു ക്രമം ഉണ്ടായിരിക്കും. ക്രമം എങ്ങനെയാണ്? ആദ്യം ഒന്ന് വരും, അതിൻ്റെ പിന്നാലെ മറ്റൊന്ന് വരും. ആദ്യം ഒന്ന് വരികയും അതിൻ്റെ പിന്നാലെ മറ്റൊന്ന് വരികയും ചെയ്യുന്ന ഒരു രീതിയാണ് പ്രപഞ്ചത്തിലെ ക്രമം എന്നതുകൊണ്ട് നമ്മളെല്ലാം അർത്ഥമാക്കിയിരിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ ഭൗതിക ലോകത്തെ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ പേര് കാര്യകാരണ ബന്ധം എന്നാണ്. കാരണം, കാര്യം. അകാരണമായി ഒന്നും സംഭവിക്കുന്നില്ല. എന്ത് സംഭവിക്കുമ്പോഴും അതിന് ഒരു കാരണമുണ്ടായിരിക്കും. കാരണത്തിൽ നിന്നും ജനിക്കുന്നതാണ് കാര്യം. അപ്പോൾ കാരണം ആദ്യം വരികയും കാര്യം രണ്ടാമത് വരികയും ചെയ്യുന്നു എന്ന സങ്കല്പത്തിൽ അതിനകത്തൊരു ക്രമമുണ്ട്. ആ ക്രമം ധർമ്മം തന്നെയാണ്. എവിടെയെല്ലാം ക്രമം കാണുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഈ ധർമ്മം കാണാൻ. ഇത് പ്രപഞ്ച സംവിധാനത്തിന് ആകെ ബാധകമാണ്. പ്രപഞ്ച സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരയൂഥങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്നതും കർമ്മമാണ്. അത് ആദ്യം വരുന്നു, രണ്ടാമത് വരുന്നു. കാര്യകാരണ ബന്ധം തന്നെയാണ്. ആ കാര്യകാരണ ബന്ധം നമ്മൾ ഈ പ്രപഞ്ചത്തെ ആകെ വലയം ചെയ്ത് നിൽക്കുമ്പോൾ അതിനെ പ്രപഞ്ച നിയമം എന്നാണ് പറയുക. ആ പ്രപഞ്ച നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സുവ്യക്തമായൊരു ഘടനയുണ്ട്. ആദ്യം ഒന്ന് വരികയും അത് കഴിഞ്ഞ് തൊട്ടൊന്ന് വരികയും ചെയ്യും. ഇപ്പോൾ വെള്ളം കുടിക്കുന്നു, നമ്മുടെ ദാഹം കെടുന്നു. ദാഹം കെടുന്നത് വെള്ളം കുടിച്ചിട്ടാണ് ദാഹം കെടുന്നത്. മഴക്കാറ് വരുന്നു, മഴ പെയ്യുന്നു. അപ്പോൾ മഴക്കാറും മഴയും തമ്മിലുള്ള ബന്ധമാണ് നമ്മളവിടെ കാര്യകാരണ ബന്ധമായി വ്യാഖ്യാനിക്കുന്നു. അതുപോലെ പ്രപഞ്ചത്തിലെ ഈ പ്രകാശ ഗോപുരങ്ങൾ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഗോള പ്രകൃതികൾ മുഴുവനും ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ക്രമത്തെയാണ് നമ്മൾ ഈ പ്രപഞ്ച നടനം എന്നൊക്കെ പറയുന്നത്. അതിനൊരു ക്രമമുണ്ട്, താളമുണ്ട്. താളമുള്ള എല്ലാത്തിനും ക്രമമുണ്ട്.
പ്രപഞ്ച താളം എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ആ ക്രമമുണ്ട്. ഇത് സമൂഹത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ എന്താ പറയുക വെച്ചാൽ സാമൂഹിക നീതി എന്നും സാമൂഹിക നിയമം എന്നും പറയും. രാഷ്ട്ര വ്യവഹാരത്തിലേക്ക് വരുമ്പോൾ അതിനെ നമ്മൾ രാജനീതി എന്ന് പറയും. അതും ഇത് തന്നെയാണ്, സങ്കല്പം ഇത് തന്നെയാണ്. വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മളതിനെ സ്വധർമ്മം എന്നാണ് പറയുക. ആ സ്വധർമ്മം ഉണ്ട്. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കോണ്ടെക്സ്റ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ചെയ്യേണ്ടതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട്. ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണമെന്നില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാകണമെന്നുമില്ല. പക്ഷേ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സ്വധർമ്മം എന്ന് പറയുന്നത് അത് വ്യക്തിയിലേക്ക് വരുമ്പോഴാണ്. യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ച നടനത്തിൻ്റെ ക്രമവും പ്രകൃതിയിൽ നമ്മൾ കാണുന്ന കാര്യകാരണബദ്ധമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രവ്യപ്രപഞ്ചത്തിൻ്റെ ഘടനയും ഈ എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ ജീവിത സന്ദർഭങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിൻ്റെ ഘടനയും ഘടനാപരമായി അഭിന്നമായി നിൽക്കുകയാണ്. ആദ്യം കാരണം പിന്നെ കാര്യം. ഈ ഒരു ക്രമത്തിലാണ് വരുന്നത്. ആ ക്രമം വരുന്നത് കൊണ്ടാണ് താളം വരുന്നത്. അല്ലെങ്കിൽ താളം ഉണ്ടാകില്ല. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു വ്യക്തിക്ക് അവൻ്റെ ഹൃദയത്തിനൊരു താളമുണ്ട്, നടക്കുന്നതിനൊരു താളമുണ്ട്, പറയുന്നതിനൊരു താളമുണ്ട്, ഉറങ്ങുന്നതിനൊരു താളമുണ്ട്, ശ്വസനം നടത്തുന്നതിനൊരു താളമുണ്ട്. താളമില്ലാത്ത ഒന്ന്, അതിനൊക്കെ ഒരു ക്രമമുണ്ടെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ക്രമരഹിതമായി പോയി കഴിഞ്ഞാൽ അത് അക്രമമാണ്. അക്രമം വന്നു കഴിഞ്ഞാൽ ജീവിതം അസാധ്യമായി തീരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുകയും ഭക്ഷിക്കുന്നു, വിസർജിക്കുന്നു, ഒരു ഘടനയാണ് അതിനുള്ളത്. ആ ഘടനയ്ക്ക് ഭംഗം സംഭവിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് രോഗം വരും. ഏത് കാര്യവും അതുപോലെ തന്നെയാണ്. ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, തുടർച്ചയായിട്ട് അത് പോയിക്കൊണ്ടിരിക്കും. ഈ ഒരു ക്രമം പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഉണ്ട്. പ്രപഞ്ചം ആകസ്മികമായ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കയോസ് അല്ല, മറിച്ച് സുഘടിതമായ സംഭവങ്ങളുടെ ആകത്തുകയായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏകകമാണ് എന്ന വിശ്വാസത്തെയാണ് സനാതനധർമ്മം എന്ന് വിപുലമായി പറയുന്നത്. അതിനെ മാറ്റിവെക്കാൻ കഴിയില്ല. എന്താ കാരണം? അത് മാറ്റിക്കഴിഞ്ഞാൽ അവ്യവസ്ഥയായിരിക്കും ഫലം. ഈ ക്രമങ്ങളെല്ലാം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ വ്യവസ്ഥയില്ല. അവ്യവസ്ഥയായിരിക്കും ഫലം. അവ്യവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിൽ മനുഷ്യന് ജീവിച്ചു പോകാൻ സാധ്യമല്ല. നിങ്ങൾ ഇന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദാഹം കടണം. അതെ. ആ വെള്ളം കുടിച്ച് നിങ്ങൾക്ക് ദാഹം മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് വെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് ദാഹം മാറും, നാളെ കുടിച്ചാലും ദാഹം മാറും എന്ന വിശ്വാസം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതല്ല ഇന്ന് വെള്ളം കുടിച്ച് ദാഹം മാറുകയും നാളെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് വിഷമായി തീരുകയും ചെയ്യുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ജീവികളെല്ലാം വെള്ളം ഇറങ്ങാതെ മരിക്കേണ്ടി വരും. അവിടെ ആ ക്രമം തെറ്റുന്നു. അവിടെ ആ ക്രമം തെറ്റിപ്പോകും. അപ്പോൾ ക്രമം പരിപാലിക്കുക എന്നതാണ് ആരുടെയും ധർമ്മം. ഇന്നും അതിനൊരു മാറ്റമില്ല. ഏത് ഭരണത്തിൻ്റെയും അടിസ്ഥാന ലക്ഷ്യം ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കലാണ്. ക്രമസമാധാന പാലനമാണ് ഇതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. അതിലൊരു മാറ്റം വരുത്താൻ ആർക്കും അവകാശമില്ല. സാർ, അത് ഈ ക്രമസമാധാന പാലനത്തിൻ്റെ ആ ഒരു സന്തുലിതാവസ്ഥ തെറ്റുമ്പോൾ പ്രപഞ്ചത്തിലായാലും ജീവികൾക്കായാലും അത് അവിടെ അക്രമമാണ് നടപാടുന്നത് എന്നുള്ളതാണോ? അതെ, കയോസ് വരും, അവ്യവസ്ഥമായി പോകും, വ്യവസ്ഥ ഉണ്ടാകില്ല, ചെതറിത്തെറിച്ചു പോകും. ഇപ്പോൾ സാറ് സൂചിപ്പിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാത്തിനും അതിന് കൃത്യമായ കാരണങ്ങളുണ്ടെങ്കിൽ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ കാര്യകാരണ സഹിതം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ സനാതനം എന്നത്. അല്ല, ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ തത്വത്തെയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. നിങ്ങളതിന് മറ്റർത്ഥത്തില്ല. ഞാനിതിൻ്റെ ഏറ്റവും ഭൗതികമായ അർത്ഥതലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ വ്യാഖ്യാനിക്കുകയാണ്. കാരണം മഴക്കാറ് വന്നു കഴിഞ്ഞാൽ, മഴക്കാറ് വന്നിട്ട് തീ വരെയാണെങ്കിലോ, മഴക്കാറ് ആകാശത്ത് വന്നു, ഇപ്പോൾ വിശേഷിച്ചും മൺസൂണാണ്, അതെ, മഴക്കാറ് ആകാശത്ത് വന്നിട്ട് അഗ്നിയാണ് വരുന്നതെന്നുണ്ടെങ്കിലോ, വെള്ളത്തിന് പകരം. പക്ഷേ നമുക്കറിയാം മഴക്കാറ് വന്നു കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ വെള്ളമാണ്, തീ ഉണ്ടാകില്ല എന്ന്. പക്ഷെ അതിന് പകരം തീ വന്നു കഴിഞ്ഞാൽ പ്രപഞ്ചം തകരും. അപ്പോൾ അത് കാരണം വെച്ചാൽ മഴക്കാറിൽ നിന്നും വരേണ്ടതല്ല അഗ്നി. മഴക്കാറിൽ നിന്നും സ്വാഭാവികമായി വരേണ്ടത്
മഴയാണ്. വെള്ളം. മഴ എന്ന് പറഞ്ഞാൽ വെള്ളം തന്നെയാണ്. വെള്ളം തന്നെയാണ്. അതിന് പകരം മറ്റൊന്ന് വന്നു കഴിഞ്ഞാൽ, അഗ്നി വന്നു കഴിഞ്ഞാൽ അത് തകർന്നു പോകും. അവിടെ ക്രമം തെറ്റുന്നു. ക്രമം തെറ്റിക്കഴിഞ്ഞാൽ തകർന്നു പോകും. തകർന്നു. ഇത് തന്നെയാണ് നമ്മളെല്ലാ രംഗത്തും വരുന്നത്. ഇപ്പം താളം തെറ്റിക്കഴിഞ്ഞാൽ പാട്ട് പിന്നെ കേൾക്കാൻ പറ്റില്ല. അതെ, താളം തെറ്റിക്കഴിഞ്ഞാൽ ആരാ പിന്നെ പാട്ട് കേൾക്കാൻ പോകുന്നത്? സാറേ, ഇത് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴും സാറ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഈ താളം തന്നെ പ്രപഞ്ചത്തെ നയിക്കുന്നു. ആ പ്രപഞ്ചത്തെ നയിക്കുന്ന താളം തന്നെയാണ് നമ്മുടെ നാഡീമിടിപ്പിലൊക്കെ ഉള്ളത്. ആ താളം തെറ്റിയ മനുഷ്യൻ്റെ എല്ലാവിധ ജീവന ആവാസ വ്യവസ്ഥകളും എല്ലാം തെറ്റിപ്പോകുന്നു. പ്രകൃതിയുടെ താളം തെറ്റുമ്പോഴാണ് നമ്മളിങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ, പ്രാപഞ്ചികമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിന് നിയതമായ ആ വ്യവസ്ഥ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണോ? അതുകൊണ്ടാണ് സനാതനധർമ്മം ഇല്ലാത്ത ഒരു പ്രപഞ്ചം അചിന്ത്യമാണ് എന്ന് ബുദ്ധിയുള്ളവരും വിവരമുള്ളവരും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നശിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും നശിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ നശിച്ചു പോകും എന്നല്ലാതെ ഇത് നശിക്കില്ല. ഇതിൽ നിന്നാണ് ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കും എന്ന് പറയാൻ കാരണം. ധർമ്മോ രക്ഷതി. അപ്പോൾ ആരാണോ ഈ ധർമ്മത്തിനൊത്ത് നീങ്ങുന്നത് അവൻ സംരക്ഷിക്കപ്പെടുകയും ധർമ്മത്തിന് വിരുദ്ധമായി നീങ്ങുന്നവർ എന്തായാലും അത് സംഹരിക്കപ്പെടുകയും ചെയ്യും എന്നാണ് ഇതിൻ്റെ ഏറ്റവും ലളിതമായ അർത്ഥം. ഒരു സംശയം കൂടി ഇതിൽ ചോദിച്ചു. അതായത് ഒരിക്കലും നശിപ്പിക്കാനോ അല്ല എന്നുണ്ടെങ്കിൽ സ്ഥായിയായി നിലനിൽക്കുന്നതോ ആയ ആ ഒരു തത്വസംഹിത, അതിനെ സനാതനം എന്ന് വിശേഷിപ്പിക്കാൻ അല്ല, ഇത് തന്നെയാണ്, ഇതാണ് തത്വം. അതിനെ നിങ്ങൾ വേറെ ഇനി സംഹിതകളിലേക്കൊന്നും പോകണ്ട. ഇതാണ് തത്വം. ഈ തത്വം എവിടെ ലംഘിക്കപ്പെട്ടാലും അവിടെ നാശം വരും. അപ്പോൾ പ്രപഞ്ചം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ, ജീവിതം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ സമൂഹവും രാഷ്ട്രവും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ തത്വം സംരക്ഷിക്കപ്പെടും. ആ തത്വമാകട്ടെ സ്വയം സംരക്ഷിക്കപ്പെടുന്ന ഒന്നു തന്നെയാണ്. അതിനെതിരെ നീങ്ങുമ്പോൾ നിങ്ങൾ അതിനെതിരെ നീങ്ങുകയും നിങ്ങൾ നാശത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോഴും സനാതനം അവിടെ തന്നെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അതിനെ സനാതനധർമ്മം എന്ന് വിശേഷിപ്പിക്കും. ഈ സനാതനധർമ്മം പുലരുന്ന ഭാരതം എന്തുകൊണ്ടും ശ്രേഷ്ഠം തന്നെയാണ്. ആ ഭാരതത്തിൽ ജനിക്കാൻ സാധിച്ചതും സനാതനികളായി ജീവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിലേറെ പുണ്യം തന്നെയല്ലേ സാറേ?